കാനഡയിൽ ഇന്ന് പൊതു തെരഞ്ഞെടുപ്പാണ്. ലിബറൽ പാർട്ടിയും കൺസർവേറ്റീവ് പാർട്ടിയും തമ്മിലാണ് മത്സരം. പ്രധാനമന്ത്രി മാർക്ക് കാർണിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് നേരിട്ട ലിബറൽ പാർട്ടിക്ക് കനത്ത വെല്ലുവിളി ഉയർത്താൻ കൺസർവേറ്റീവ് പാർട്ടിക്ക് കഴിഞ്ഞെന്നാണ് സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. വിവരങ്ങളുമായി മധു കൊട്ടാരക്കരയാണ് ചേരുന്നത്. മധു, ഗുഡ് മോർണിംഗ് ആൻഡ് ഗുഡ് ഈവനിങ്. എന്തായാലും ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വലിയ വെല്ലുവിളി ഉയരുന്നുണ്ട് മാർക്കാണിക്ക്. അപ്പോൾ ആ ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. ഇന്നിപ്പോൾ എപ്പോഴാണ് ഇത് തെരഞ്ഞെടുപ്പ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നത്? കൂടുതൽ വിവരങ്ങൾ പറയൂ. അവിടെ നമ്മുടെ തെരഞ്ഞെടുപ്പിൽ നിന്നും ഏറെ വ്യത്യസ്തമായ രീതികളാണ് നമ്മൾ കാണാറുള്ളത്. അപ്പോൾ അതിൻ്റെ വിവരങ്ങൾ കൂടി ഒന്ന് പറയും മധു. ഗുഡ് മോർണിംഗ് സ്മിത, ക്രിസ്റ്റീന. 343 അംഗ ജനപ്രതിനിധി സഭയിലേക്കാണ് കാനഡയിൽ ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഭരണകക്ഷിയായ ലിബറൽ പാർട്ടിയും അതുപോലെ പ്രതിപക്ഷമായ കൺസർവേറ്റീവ് പാർട്ടിയും തമ്മിലാണ് പ്രധാന മത്സരം. പ്രധാനമന്ത്രി മാർക്ക് കാർണിയും അതുപോലെ കൺസർവേറ്റീവിന്റെ നേതാവ് പീഴി പോളിവേറുമാണ് ഈ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന പ്രധാന സ്ഥാനാർത്ഥികൾ. 172 സീറ്റാണ് സർക്കാർ ഉണ്ടാക്കുവാനുള്ള കേവല ഭൂരിപക്ഷം വേണ്ടിയത്. കടുത്ത വെല്ലുവിളിയാണ് നിലവിലെ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുടെ നേതൃത്വത്തിലുള്ള ലിബറൽ പാർട്ടിക്ക് മുന്നിലുള്ളത്. നമുക്കറിയാം, ഖാലിസ്ഥാൻ അനുകൂലിയായ ജഗ്മിത് സിംഗിന്റെ ഒരു ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടിയും വളരെ ശക്തമായ രീതിയിൽ തന്നെ മത്സരരംഗത്തുണ്ട്. അതുപോലെ ബ്ലോക്ക് ക്യൂബോക്കസ് എന്നിവയാണ് ഈ മറ്റ് പ്രധാന പാർട്ടികൾ. ഈ ജസ്മിത് സിംഗിന്റെ കൂടാതെ 24 സീറ്റുള്ള ജഗ്മിത് സിംഗിന്റെ ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പിന്തുണയോട് കൂടിയായിരുന്നു കഴിഞ്ഞ ലിബറൽ സർക്കാർ ഭരണത്തിൽ എത്തിയതെന്ന് ഓർക്കണം. 2.82 കോടി രജിസ്റ്റേർഡ് വോട്ടർമാരാണ് കാനഡയിലുള്ളത്. ഇതിൽ 73 ലക്ഷം പേർ ഇതിനോടകം വോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുമുണ്ട്. കുടിയേറ്റ പ്രശ്നം, അതുപോലെ അമേരിക്കയുമായിട്ടുള്ള നയതന്ത്ര വിഷയങ്ങൾ, തന്നെയുമല്ല ഇന്ത്യയുമായിട്ടും ചില പ്രശ്നങ്ങളൊക്കെ ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ തീരുവ തുടങ്ങി വിവിധ പ്രശ്നങ്ങളെ തുടർന്നാണ് മുൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ചതോടുകൂടിയാണ് ആ സ്ഥാനത്തേക്ക് കേന്ദ്ര ബാങ്ക് ഗവർണർ കൂടിയായിരുന്ന കാർണി എത്തിയത്. സർക്കാരിന് ഒക്ടോബർ വരെയൊക്കെ കാലാവധി ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹം തെരഞ്ഞെടുപ്പ് നേരത്തെ പ്രഖ്യാപിക്കുകയായിരുന്നു. നമുക്കറിയാം, ഡൊണാൾഡ് ട്രംപിന്റെ വലിയ ഭീഷണി കാനഡ നേരിടുന്നുണ്ട്. കാനഡയെ US-ന്റെ 51ാമത്തെ സംസ്ഥാനമാക്കുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണി മുഴക്കിയത്. അതുപോലെ തീരുവ യുദ്ധവും ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് കാനഡ ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്. നാളെ ഇന്ത്യൻ സമയം രാവിലെയോടുകൂടി ആദ്യ ഫലസൂചനകൾ വരും. ക്രിസ്റ്റീന, സ്മിത. ശരി, ഭരണശേഷം കാനഡയെ അമേരിക്കയുടെ 51ാമത്തെ സംസ്ഥാനമെന്ന് വരെ ഡൊണാൾഡ് ട്രംപ് വിളിച്ച സാഹചര്യത്തിലാണ് ഇന്ന് അവിടെ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. വിവരങ്ങൾ നൽകിയത് മധു കൊട്ടാരക്കരയാണ്, ന്യൂജേഴ്സിയിൽ നിന്ന്.